വടകരയ്ക്ക് പുറത്തുള്ള പലരുടെയും ഒരു പ്രശ്നം ഇതാണ്. അവർ ഈ കാര്യം കഴിഞ്ഞതിന് ശേഷമാണ് റഹീം വരുന്ന പോലെ വരുന്നത്. വടകര എന്താ നടന്നത്? വടകരയിൽ 2008 മുതൽക്ക് ടി പി ചന്ദ്രശേഖരൻ കെട്ടഴിച്ചിട്ട് ഒരു കൊടുങ്കാറ്റുണ്ട്. CPM-നകത്തുനിന്ന് പുറത്തു വന്നിട്ട് CPM-നെ വെല്ലുവിളിച്ചിട്ട് ഇന്ത്യയിൽ ആദ്യമായി CPM ഒരു കേരള പാർട്ടിയെ വെല്ലുവിളിച്ചിട്ട് വേറൊരു പാർട്ടി പുറത്തിറങ്ങി ഉണ്ടാക്കിയിട്ട് ആ പാർട്ടിയുടെ പുറകിൽ ആളുകൾ അണിനിരത്തിയിട്ട് ആ പാർട്ടിക്ക് സഹകരിക്കാത്ത ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനവുമായി ചേർന്നുകൊണ്ട് വടകരയിൽ രാഷ്ട്രീയ സമരം 2008 ടി പി ചന്ദ്രശേഖരൻ തുടങ്ങിയിട്ടുണ്ട്. ആ രാഷ്ട്രീയ സമരം തുടങ്ങിയതിനു ശേഷം CPM-ന് വടകരയിൽ കാലുകുത്താൻ കഴിഞ്ഞിട്ടില്ല. 2 തവണ മുല്ലപ്പള്ളി ജയിച്ചിട്ടുണ്ട്, കഴിഞ്ഞ തവണ കേന്ദ്രീകരണം ജയിച്ചിട്ടുണ്ട്, ഇത്തവണ ഷാഫിയോടെ ജയിച്ചിരിക്കുന്നുണ്ട്. അടുത്ത തവണയും വടകരയിൽ CPM-ന് ജയിക്കാൻ പറ്റില്ല. കാരണം ഇത്തവണ അവർക്ക് ഇറക്കാവുന്ന ഏറ്റവും വലിയ കാർക്കാണ് അവർ ഇറക്കിയത്. അത് അവരുടെ കണക്കിൽ ഒരു പുതിയ ശരീരത്തിൽ മാർക്സാസെ അവാർഡ് കിട്ടിയ ഒരു കക്ഷിയാണ്. കിട്ടിയിട്ട് വേണ്ടാന്ന് വെച്ചാൽ ടീച്ചർ അമ്മയാണ്. കോവിഡ് നിൽക്കട്ടെ